ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇതൊരു ഞായറാഴ്ച വ്ളോഗാണ് കേട്ടോ. ഇത് എടുത്തിട്ട് 2-3 ദിവസം കയ്യിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പബ്ലിക് ആക്കുന്നത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഈ ഞായറാഴ്ച നേരം വൈകിട്ട് തന്നെയാണ് കേട്ടോ എണീക്കുന്നത്. ഞായറാഴ്ച രാവിലെ കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇനിയിപ്പോൾ എണീറ്റാലും ഉണർന്നാലും അതെ, വെറുതെ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ മടി പിടിച്ച് കിടക്കുക. പിന്നെ ഞായറാഴ്ച കുറച്ച് നേരത്തെ എണീറ്റ ഒരു ഗുണമുള്ളത്, കുറച്ച് നേരമുള്ള പോലെ തോന്നും. മറ്റേത് ഞായറാഴ്ച പെട്ടെന്ന് തീർന്നല്ലോ തോന്നും. അതായത് വൈകി എണീക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉച്ചയാവും, വൈകുന്നേരമാവും, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആ ഞായറാഴ്ച പെട്ടെന്ന് അങ്ങ് തീരും. ഇത് നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കുറേ നേരമുള്ള പോലെ തോന്നും. അപ്പോൾ ആദ്യം തന്നെ സാമ്പാറിലേക്കുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ ഞാൻ സാമ്പാർ വെക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ലേ. ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അത് നല്ല ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. സാമ്പാറൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫാമിലി ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സദ്യ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. സദ്യ കൂടെ ഒരു നോൺ വെജ് ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ. എന്നാലും മെയിനായിട്ട് സദ്യയാണ്. അപ്പോൾ സാമ്പാർ ആദ്യം അങ്ങ് വെക്കാം. പിന്നീട് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ സാമ്പാറിലേക്കുള്ള പരിപ്പും കായും കൂടിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. ഞാൻ കായം ചിലപ്പോൾ ഞാൻ തേങ്ങയിൽ കൂടെ വറുക്കും കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ പരിപ്പിൽ കൂടെ ഇട്ട് വെക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കേണ്ട ഒരു ചെറിയൊരു സദ്യ ഐറ്റംസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പണികളെല്ലാം ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം കൂടിയിട്ട് ഇന്നലെ തന്നെ അതിലെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഞാൻ ഇന്നലെ ചെയ്തു വെച്ചു. ഇതിലിപ്പോൾ അവിയലിന് നുറുക്കി വെച്ചിട്ടുണ്ട്, സാമ്പാർ കഷ്ണങ്ങളുണ്ട്, എരിശ്ശേരിക്ക് നുറുക്കി വെച്ചിട്ടുണ്ട്, പയറുപ്പേരിക്കുള്ള പയറൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സാമ്പാറിലേക്കുള്ള തേങ്ങ വറുത്ത് വെക്കില്ലേ, തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, മസാലക്കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സേമിയ പായസത്തിലേക്ക് സേമിയ വറുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോൺ വെജായിട്ട് ചിക്കൻ മുളക് മസാല തേച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് വെച്ചിരുന്നത്. അത് ഞാൻ ഷൂട്ട് ചെയ്തത് ഇതിൽ റെക്കോർഡായില്ല. അത് കാരണമാണ്. അതിനി ഫ്രൈ ആക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പണി തുടങ്ങാം. അപ്പോൾ പിന്നെ എല്ലാം റെഡിയാണല്ലോ. ഇനി എടിപിടിയിൽ അങ്ങ് പണി തീരും. ഇത് കാണുന്ന ചിലരൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞായറാഴ്ച അല്ലേ, എന്തിനപ്പോൾ തലേന്നൊക്കെ ഇങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ ഇതെല്ലാം ഒരുക്കി വെക്കേണ്ട ഒരു ആവശ്യം, രാവിലെ അങ്ങ് തുടങ്ങിയാൽ പോരെ. പക്ഷേ ഉണ്ടല്ലോ, എനിക്കിഷ്ടം ഇങ്ങനെ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ പണികളൊക്കെ എല്ലാം ചെയ്ത് വെച്ച് അവർ വരുന്നതിൻ്റെ മുൻപ് തന്നെ എല്ലാം ക്ലീനിങ് അടക്കം എല്ലാം കഴിഞ്ഞ് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് വേണം അവരെ ഇങ്ങനെ സ്വീകരിക്കാൻ എന്നുള്ള ഒരു ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ലല്ലോ. ഉച്ചയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഏകദേശം അവർ ആ സമയത്തേക്ക് വരും. അപ്പോൾ അതിന് മുൻപേ എല്ലാം തീർത്ത് അവരടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പാകത്തിന് ഇങ്ങനെ ഇരിക്കണം. ആ ഒരു ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഏട്ടൻ രാവിലെ തന്നെ എന്തൊക്കെയോ പണികളൊക്കെ ആയിട്ട് പുറത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കത്തിക്കലും കാര്യങ്ങളൊക്കെ, ചമ്മല കൂട്ടിയിട്ട് കത്തിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതാ രാവിലെ തന്നെ ചോറ്, രാവിലെ പറഞ്ഞാൽ നേരം കുറേ ആയിട്ടുണ്ട് കേട്ടോ. 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ചോറ് കൂടി വെക്കുകയാണ്. അത് പിന്നെ ആവാൻ കുറച്ച് നേരം എടുക്കുമല്ലോ. ഇനി ഇന്ന് വരുന്ന ഫ്രണ്ട്സ് ആരാന്ന് പറഞ്ഞു തരണ്ടേ? അവരെ പറ്റി പറഞ്ഞു തരണ്ടേ? അവരെ കണ്ടിട്ടുണ്ടായിരിക്കും. മുൻപ് ഒരു ഷോർട്ട് വീഡിയോയിൽ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടുള്ള ഒരു റിസപ്ഷന് പോയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് കുറേ പേര് പറഞ്ഞു, ഇതിൽ കല്യാണ ചെറുക്കനും പെണ്ണിനെയും കാണിച്ച് തന്നാൽ ഒരു പോപ്പൻസ് മിഠായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതിയതിൽ അതിൽ കുറേ പേര് പറഞ്ഞ ആൾക്കാർ വൈറ്റ് ഡ്രസ്സായിരുന്നു കേട്ടോ. ശരിക്കും ബ്ലൂ ആയിരുന്നു. ബ്ലൂ ഡ്രസ്സ് ഇട്ടവരാണ് കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും. അതിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ട ഫാമിലി ഉണ്ട്. അവരാണ് ഇങ്ങോട്ടിപ്പോൾ വരുന്നത്. പേര് മൻസൂർ, അവളുടെ പേര് സുഹാന. ഇവരെ പരിചയപ്പെട്ടതാണ് ഒരു കഥ പോലെ കിടക്കുന്നുള്ളത്, പറയാനുള്ള ഒരു കഥ. ഈ മൻസൂറിനെ ഞാൻ പരിചയപ്പെട്ടത് ജസ്റ്റ് ഒരു കമൻറ്റിൽ കൂടിയാണ്. വീട് പണി നടക്കുന്ന സമയത്ത് ഈ വീടുകളിലൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവൻ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഉള്ള സമയത്ത് വീടിൻ്റെ പിക്ചേഴ്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ ലൈക്സും ഇതൊക്കെ ആയിട്ട് 3Kൻ്റെ മുകളിൽ ലൈക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു വീടാണ്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോഴേക്കും ഇവിടെ തറപ്പണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ തറപ്പണി കഴിഞ്ഞുള്ള സമയമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ട്രോപ്പിക്കൽ വീട് കംപ്ലീറ്റ് ഒരു ട്രോപ്പിക്കൽ വീടല്ല, പക്ഷേ ട്രോപ്പിക്കൽ ഒരു ഡിസൈനൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഈ ജാളി വന്നിട്ടുണ്ട്, അതുപോലെ വലിയ വിൻഡോ, ഇതേപോലെ വലിയ വിൻഡോസ്, അങ്ങനെയുള്ള കുറേ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ആ വീട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കാം. എന്തൊക്കെയാണ്, അവരാദ്യം വീട് പണി കഴിഞ്ഞതല്ലേ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം. അപ്പോൾ പക്ഷേ ഇങ്ങനെ കമൻ്റ് ഇടണോ വേണ്ടയോ അതിനെപ്പറ്റി ചോദിക്കാനും ഉണ്ട്. അങ്ങനെ ആലോചിച്ചിരുന്നു. എന്നാൽ ശരി, ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ടു അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിപ്ലൈ തന്നു, അങ്ങനെയൊക്കെയാണ് നല്ല. അപ്പം എനിക്ക് കൂടുതൽ ഓരോരോ കാര്യങ്ങൾ ചോദിക്കണം. അപ്പം ഇതിൻ്റെ എനിക്കാണെങ്കിൽ വീട് പണി സമയത്ത് ഫുൾ ഡൗട്ടാണ്, അതിനെപ്പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അത് ഇത് എന്നൊക്കെ. അപ്പോൾ അതിനെല്ലാം വളരെ പ്രോംപ്റ്റായിട്ട് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ കമൻറ്റ് കിട്ടി. എന്നിട്ട് പറഞ്ഞു അവരുടെ വീട് തിരൂരാണ്. എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ കാടാമ്പുഴ, തിരൂർ, അപ്പോൾ അടുത്തടുത്താണല്ലോ. അപ്പോൾ നമ്പറും തന്നു, ഇനി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ, ഡയറക്റ്റ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോളൂ, നാട്ടിൽ വരുമ്പം തിരൂർ വീട്ടിലേക്കും വന്നോളൂ, കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അവൻ UAE-യിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവൻ നാട്ടിലേക്ക് വരുമ്പോൾ കാണാൻ വന്നോളൂ എന്നാണ് പറഞ്ഞത്. വൈഫും 2 കുട്ടികളും അവർ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ ലീവിന് വന്നപ്പോൾ എന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കൂടിയിട്ട് വീട് കാണാൻ വരൂ, അമ്മൂനെയും കൂട്ടിയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മൂനൊക്കെ നല്ല പരിചയമായി, ആർക്കിടെക്റ്റ് ആണല്ലോ. അപ്പോൾ എന്തോ കാരണത്താൽ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ വരാമെന്നോ എന്തോ പറഞ്ഞിട്ട് പിന്നെ അന്ന് പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. വീട് പണി കഴിഞ്ഞ ആളാണല്ലോ, അപ്പോൾ പിന്നെ കുറേ സംശയങ്ങൾ നമുക്കുണ്ടായിരിക്കും അവരോട് ചോദിക്കാൻ. അവരാണെങ്കിലോ എല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അങ്ങനെ പിന്നെ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യൽ ഞാനും അമ്മും മൻസൂറും കൂടിയിട്ടായി. ഇനി കഥയുടെ 2ാം ഭാഗം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അവിടെയാണ് ട്വിസ്റ്റ്. അപ്പോഴേക്കും നമുക്കിവിടെ എരിശ്ശേരി വെക്കണം, അവിയൽ വെക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ എരിശ്ശേരിക്കുള്ള ഇത് കുക്കറിൽ വെച്ചതാണ് കേട്ടോ. പയർ ഞാൻ വെള്ളത്തിൽ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും മത്തൻ കഷ്ണങ്ങൾ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടിയിട്ട് ഞാൻ കുക്കറിലിട്ടതാണ്. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂടിയിട്ടിട്ട്. പിന്നെ ഇത് അവിയലിലെ കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചത്, അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും, അതൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് ഇടണുള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളകാണല്ലോ എരിവിന് വേണ്ടിയിട്ട് അവിയലിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്കുള്ള കഷ്ണങ്ങൾ സാധാ പോലെ തന്നെ കുമ്പളങ്ങ, പിന്നെന്താ മുരിങ്ങക്കായ, പയർ, നീളൻ പയറില്ലേ അത്, പിന്നെ ഓമക്കായ ചെറിയൊരു കഷ്ണം, പിന്നെന്താ ക്യാരറ്റ്, ചേന, കായ, ഇതൊക്കെയാണ് അവിയലിലേക്കുള്ള കഷ്ണങ്ങൾ. അപ്പോൾ അതങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നീളൻ പയറില്ലേ അത് പൊട്ടിച്ചതും കൂടിയിട്ട് ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതും വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള അരപ്പുകളൊക്കെ ഒന്ന് റെഡിയാക്കണം. അവിയലിലേക്കും എരിശ്ശേരിക്കൊക്കെ ഉള്ളത് തേങ്ങയൊക്കെ ഇന്നലെ ചിരകി വെച്ചത്, ഏട്ടൻ ചിരകി വെച്ചത് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ ഏട്ടന് തേങ്ങ ചിരകലൊന്നുമില്ല. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറിയൊക്കെ നുറുക്കി വെച്ചതൊക്കെ ആയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ് കൗണ്ടർ ടോപ്പ് തുടക്കൽ. അത് ഞാൻ എപ്പോഴാണ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് പണി ചെയ്യണതിൻ്റെ ഇടയിൽ ഒക്കെ ചെയ്യും. പണി തീരാൻ വേണ്ടി കാത്തു നിൽക്കില്ല ക്ലീനിങ്. എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളൊരു ക്ലീനിങ് ഇല്ലേ, അങ്ങനെയല്ല, പണികളുടെ ഇടയിലാണ് എൻ്റെ ക്ലീനിങ് എല്ലാം. പിന്നെ ഇതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കുകയാണ്. ഇത് അവിയലിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അതിലേക്ക് തേങ്ങയും എരിവിന് ഉള്ള പച്ചമുളകും പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം എൻ്റെ വീട്ടിൽ ചേർക്കില്ല, ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ ചേർക്കും. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കും. ഇവിടെ ചേർക്കണ അത്ര ചേർക്കില്ല, എന്നാൽ തിരിച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കും. പിന്നെ അതിലേക്ക് വേപ്പിലയും കൂടിയിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതാണ് അവിയലിലേക്കുള്ളത്. പിന്നെ ചതച്ചതിന് ശേഷമാണ് പിന്നെ തൈര് ചേർക്കുന്നത്. പിന്നെ എരിശ്ശേരിക്കുള്ളാണെങ്കിൽ തേങ്ങയുടെ കൂടെ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും ചേർത്തിട്ട് അരച്ച് വയ്ക്കുകയാണ്. പിന്നെ എരിശ്ശേരിക്ക് തേങ്ങ വറുത്തത് ചേർക്കും. അത് ലാസ്റ്റ് വറുത്തിടുന്ന സമയത്ത് തേങ്ങ വറുത്തിട്ട് അതിൽ കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോഴാണ് എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്, ആ തേങ്ങ വറുത്തത് ചേർക്കുമ്പോൾ. ഇത് ഞാൻ അവിയലിലേക്ക് ഒതുക്കി വെച്ച തേങ്ങയില്ലേ, അതിലേക്കുള്ള
തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കഷ്ണങ്ങൾ വേകുമ്പോൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ചെയ്യാം. ഇന്ന് കുക്കിംഗ് അധികമല്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ക്ലീനിങ് അല്ല ഇന്ന് നടക്കുന്നത്. ആകൊക്കെ പേട്ടൻ അടിച്ചു വരാൻ തുടങ്ങി. ഇനി നമുക്ക് നേരത്തെ നിർത്തി വെച്ച കഥയുടെ രണ്ടാം ഭാഗം പറയാമല്ലേ. അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞു. വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഹോം ടൂറൊക്കെ ചെയ്തല്ലോ ഞാൻ യൂട്യൂബിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് കാര്യമായിട്ട് ക്ഷണിക്കും ചെയ്തു. ഒരു ദിവസം വരൂ, എല്ലാവരും കൂടിയിട്ട് വീട് കാണാനൊക്കെ വരൂ, നാട്ടിൽ വരുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരിക്കൽ അവൻ വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല, എന്തോ എമർജൻസി ആയിട്ട് വന്ന് പോവുക ചെയ്തത്. എന്നിട്ട് പിന്നെ ഈ അടുത്തിപ്പോൾ എന്താണ് ജനുവരി അല്ല, ഡിസംബറിലോ നവംബറിലോ എങ്ങാണ്ടാണ് അവൻ പിന്നെ നാട്ടിലേക്ക് വരുന്നത്. അവൻ്റെ അനിയൻ്റെ കല്യാണം കൂടിയുണ്ട്. അപ്പോൾ അത് കൂടിയും കൂടാനൊക്കെ ആയിട്ടാണ് വരുന്നത്. കൂട്ടത്തിൽ ഞങ്ങളെന്നെ ക്ഷണിക്കും ചെയ്തു, കല്യാണം ഉണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, നാട്ടിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇതുവരെ വീട് പണി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തവരാണ്, അപ്പോൾ വീടൊക്കെ ഒന്ന് കാണണ്ടേ, അപ്പോൾ ഫാമിലി ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ വരാമല്ലോ, നോക്കട്ടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, എനിക്ക് എന്തോ അപ്പോൾ ചോദിക്കാൻ തോന്നി, നീ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ വന്നാൽ വൈഫ് ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കാണുന്നു, എന്നിട്ട് എൻ്റെ വോയിസാണ് നീ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ നിൻ്റെ വൈഫ് എന്നെ പരിചയപ്പെടുത്തുന്നു, ഇതിങ്ങനെ എന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ നിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നങ്ങ് ചിരിച്ചു. എന്താ ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വിട്ടു അത്. അങ്ങനെ എൻ്റെ ഒരു ചോദ്യം അങ്ങനെ നിന്നു, അതിന് ആൻസർ ഒന്നും കിട്ടിയില്ല. അങ്ങനെ നാട്ടിൽ വന്നു. എന്നിട്ട് പിന്നെ ഒരു ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്തു. അതെ, നിനക്കൊരു സർപ്രൈസ് തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ ഒരു തിരക്കിലായ കാരണം ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. അപ്പം ഞാനിവിടെ എഴുതി വെച്ചു പേപ്പറിൽ, എൻ്റെ വൈഫ് എൻ്റെ ചാനലിരുന്ന് കാണുന്നുണ്ട്, അത് നീ കണ്ടിട്ടുള്ള അതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ എഴുതി വെച്ചു. അതായത് പിന്നീട് അവൻ ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഓർത്തിരുന്നു, ഇങ്ങനെ തന്നെ അങ്ങനെ പറയണേക്കാൾ നല്ലത് ഞാൻ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കുക, അതെനിക്ക് മനസ്സിലായ പോലെ ഞാൻ ആദ്യം തന്നെ അവിടെ എഴുതി വെച്ചു, ഒരു പേപ്പറിൽ എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ പിറ്റേന്ന് തന്നെ വിളിച്ചു, ഇങ്ങനെ നിൻ്റെ ചാനൽ കാണുന്നു, ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നിൻ്റെ വോയിസ് ഇങ്ങനെ കേൾക്കുന്നു, നോക്കിയപ്പോൾ നിൻ്റെ ചാനലിൽ ഇരുന്നിട്ട് കാണുന്നു, നിൻ്റെ ഭയങ്കര ഫാനാണ് എൻ്റെ വൈഫ്, അവൾ എനിക്കിങ്ങനെ നിന്നെ പറ്റി പരിചയപ്പെടുത്തി തരുന്നു, എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എല്ലാ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണുന്നു, എന്നെയും കാണിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യം, ഇത് ഞാൻ മുൻപ് ചോദിച്ചതല്ലേ നിൻ്റെ അടുത്ത്, ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഓർമ്മയുണ്ട്, അത് കാരണമാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സർപ്രൈസ് പോലെ പറയുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അപ്പം തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, അനിയൻ്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം, വൈഫിനൊരു സർപ്രൈസ് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തിരുവാതിരയുടെ അന്നാ തോന്നുന്നുണ്ട്, അതെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്ന അതിൻ്റെ മുൻപ് തലേന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു, ഇന്ന സമയത്ത് ഒരു ഈവനിങ്ങിലാവുമ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നു. അവളെ തന്നെ വേറെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേറെ ഏതൊരു വീട്ടിലേക്ക് പോകാനുള്ള പോലെയാണ്, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണെന്നോ ഗൾഫിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് വരുന്നത്. അവളും മോളും ഉണ്ട്. എന്നിട്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഫ്രണ്ടിലെത്തിയപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, വൈഫ്, ഇത് ലൈഫ് സ്റ്റൈൽ വിത്ത് ഷേപ്പ് വീട് അതേപോലത്തെ വീടാണല്ലോ, ഇതാ വീടാണല്ലോ, ഒരുപോലത്തെ വീട് ഇപ്പം എത്ര ഉണ്ടാവും, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവൻ പറഞ്ഞ തന്നെ നമുക്കൊന്ന് വെറുതെ ഒന്ന് കയറി നോക്കാം എന്നുള്ള പോലെ, അറിയാത്ത പോലെയൊക്കെ. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് വന്ന് കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ ഞാനൊക്കെ വാതിലിങ്ങ് തുറന്നപ്പോൾ അവൾക്കുള്ള സന്തോഷം പറയാൻ, അവളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് ലൈഫ് സ്റ്റൈൽ, ഇത് ഷെവി ചേച്ചിയുടെ വീടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങ് വിളിച്ചു. എന്താണ്, വീട് മാറി വന്നതാണെങ്കിലും കാണാൻ പറ്റില്ല ഷെവി ചേച്ചി, ഒന്ന് എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവളുടെ സന്തോഷം കൂടി കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് സർപ്രൈസായി പോയി. അപ്പം മോൾക്കും അതെ, എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് അവളേനും കൂട്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്. അവളിങ്ങനെ അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, അവൾക്കും ഭയങ്കര സന്തോഷം. അപ്പം ഇതൊക്കെ കണ്ടിട്ട് മനസ്സോട് വായ പത്തി ഇങ്ങനെ ചെന്ന് ചിരിക്കുന്നുണ്ട്. ബാക്കിൽ നിൽക്കണം, ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ലേ. അപ്പോൾ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് അവൾക്ക് കൈയൊക്കെ കൊടുത്ത്, പിന്നെ
മൻസൂറിൻ്റെ അടുത്തും ഒരു ഷെയ്ഖൻ്റെ അടുത്ത് ഹായ് മൻസൂർ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖൻ്റെ അടുത്തപ്പോൾ അപ്പോൾ അവളങ്ങനെ എന്താ എന്താ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല അവൾക്ക്. എന്നിട്ട് പിന്നെ കുറേ നേരം നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് സംസാരിച്ചു, ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ടും അവളുടെ എന്താ പറയാ, ആ അപ്പൊ വന്നിട്ടുള്ള ആ സർപ്രൈസ് ഇല്ലേ, അത് പോവോളം മാറിയിട്ടില്ല. ആ സർപ്രൈസ് മാറാണ്ട് തന്നെയാണ് അവള് പിന്നെ അവരെല്ലാവരും പിന്നെ തിരിച്ചു പോയത്. പിന്നെ കല്യാണത്തിനൊക്കെ ക്ഷണിച്ച് എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ആ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നത്, കല്യാണ റിസപ്ഷന് ഈവനിങ്ങിൽ. അങ്ങനെ എൻ്റെ കട്ട ഫാനായിരുന്ന സുഹാന, സോനു എന്ന് വിളിക്കുന്ന സുഹാന ഇപ്പൊ എൻ്റെ കട്ട ചങ്കായിട്ട് മാറി. പിന്നെ ഇതുപോലെ നടക്കാൻ പോകുന്ന ഒരു കാര്യം മുൻകൂട്ടി ഞാൻ ചോദിച്ച വേറൊരു കഥയുണ്ട്. അത് ഞാൻ പിന്നീട് വേറൊരു ദിവസം പറഞ്ഞുതരാം. അങ്ങനെ കഥ പറഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് ഏകദേശം തീരാറായല്ലേ. ചിക്കനൊക്കെ വറുത്ത് വെച്ചു. പിന്നെ സേമിയ പായസം ഇതാ ഏകദേശം റെഡിയായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ പായസമൊക്കെ റെഡിയായപ്പോൾ ഞാൻ മുറ്റടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. നല്ല നട്ട വെയിലാണ്. കുക്കിങ്ങിൻ്റെ ഇടയിൽ അങ്ങ് പോയി അടിച്ചു വരാൻ എനിക്കെന്തോ തോന്നിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് അടിച്ചു വരാം, ഏതായാലും കുറച്ച് വെയിൽ വെള്ളം, ഇനി ഏതായാലും കുളിക്കാൻ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ പായസമൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. പായസം റെഡിയായത് പിന്നെ വീഡിയോ എടുക്കൽ നടന്നില്ല. കാരണം ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ സമയത്ത് അപ്പുറത്ത് പാല് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പായസം ഇങ്ങനെ കുറച്ച് കട്ടിയാവുമോ, കുറച്ച് നേരം ഇരുന്നാൽ ചിലപ്പോൾ കട്ടിയാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ എക്സ്ട്രാ എടുത്ത് ഇങ്ങനെ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വേറൊരു ബർണറിൽ വെച്ചതാണ്. അത് ഞാൻ ഈ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാൻ നേരത്തെ തിരിഞ്ഞപ്പോഴേക്കും അതങ്ങ് തിളച്ചു പോയി. ആ തിളച്ചു പോയപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ഷൂട്ടൊന്നും പിന്നെ നടന്നില്ല. അത് പായസമൊക്കെ റെഡിയാക്കി വെച്ചു. ബർണർ കുറച്ചൊക്കെ അങ്ങ് തുടച്ചിട്ട്, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ, കരിഞ്ഞു പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതൊക്കെ അങ്ങ് തുടച്ച് വെച്ചിട്ട് പിന്നെ അടിച്ചു വരാൻ ഇറങ്ങിയതാണ്. അതിനിടയിൽ തക്കാളി പച്ചടി വെക്കാനുള്ള അതും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാലൊക്കെ തിളച്ചു പോയത്. അപ്പോൾ എല്ലാം ഓഫാക്കി വെച്ചു. ഇനി അടിച്ചു വാരി കുളി കഴിഞ്ഞ് ചെന്നിട്ട് വേണം ബാക്കിയൊക്കെ അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്താൽ മതി. അത് പിന്നെ ഞാൻ അവിടെ വെച്ചങ്ങ് പോയത്. ആ പാല് തിളച്ച് പോയ ആ ഒരു വിഷമമൊക്കെ വന്നപ്പോഴേ പിന്നെ ഒന്നും റെഡിയാക്കാൻ തന്നില്ല. അത് അങ്ങനെ എല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. പച്ചടി അത് അപ്പുറത്തിരിക്കുന്നു. പച്ചടിയുടെ പണി കഴിഞ്ഞിട്ടില്ല, അത് തക്കാളി വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇനി അതിൽ പക്ഷെ തേങ്ങ അരച്ചതും അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് കുറച്ചിങ്ങനെ കട്ടിയായി വരുന്നുണ്ട്. അതിന് ഞാനൊരു പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അതിന് ആ എടുക്കുന്ന സമയത്തേക്ക് നല്ലോണം കട്ടിയാവുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ തക്കാളി പച്ചടി ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുത്തു. തേങ്ങയും കുറച്ച് കടുക്, ഒരു പച്ചടി അല്ലേ വിചാരിച്ചിട്ട് ഇത്തിരി കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും പിന്നെ തൈരും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ളതാണ്. ഞാൻ മുൻപ് ഏതൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ തക്കാളി പച്ചടി ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇതായി ഇറങ്ങുന്നു, ഇത് 1/4 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ അവിടെ നിങ്ങൾ, അരമണിക്കൂർ കഴിയുമ്പോഴേക്കും എത്തുന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പണികളെല്ലാം തീർന്നു. എല്ലാം ഒരുക്കി വെച്ച് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നാൽ മതിയല്ലോ, ഭക്ഷണം കഴിക്കുക, സംസാരിച്ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോഴേക്കും ഞാൻ പാത്രങ്ങളൊക്കെ ഉണക്കാൻ ഞാൻ പുറത്ത് വയ്ക്കാറുണ്ട്, വലിയ പാത്രങ്ങൾ. അപ്പോൾ അതെല്ലാം ഉണങ്ങി അതൊക്കെ അകത്തേക്കെല്ലാം ഒതുക്കി പെറുക്കി വെക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പാല് തിളച്ച് പോയി എന്ന് പറഞ്ഞില്ലേ. കഴുകൊക്കെ ചെയ്തു, കഴുകി തുടക്കലും ഒക്കെ കഴിഞ്ഞു. എന്നാലും ഇങ്ങനെ ഒരു വിഷമം, പാല് തിളച്ച് പോയതിൻ്റെ. കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഉണ്ട്. ഇപ്പോഴും ഇങ്ങനെ അമർത്തി നോക്കുകയാണ് ഞാൻ. അതിൽ നിന്ന് ഇങ്ങനെ പാല് ഇങ്ങനെ എന്തോ ഒരു പാലിൻ്റെ ഒരു ഇതിങ്ങനെ കണ്ടന്റ് ഉള്ള പോലെ ഇങ്ങനെ തോന്നാം. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി നേരം എടുത്തിട്ട് ക്ലീൻ ആക്കുകയാണ്. അങ്ങനെ അവർ വരാൻ കുറച്ചുകൂടി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ടി വി ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ സിനിമകൾ കണ്ടിട്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇവരെ കണ്ടിട്ട് പരിചയം ഉണ്ടായിരിക്കും. അതിൽ കുറേ പേര്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ പേര് പെണ്ണും ചെക്കനും ഏതാന്ന് ചോദിച്ചപ്പോൾ ഇവരേനെയാണ് പറഞ്ഞിരുന്നത്.
അങ്ങനെ വന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. ഇനി വേഗം ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം എല്ലാ ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാം വിളമ്പാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ പപ്പടം കാച്ചാൻ മറന്നിട്ടുണ്ടെന്ന്. എല്ലാം വലിയ പ്ലാനിലൊക്കെ ചെയ്തു. പക്ഷെ മറവി കൂടണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നല്ലേ പറ്റൂ. ഏട്ടനും സൂര്യനൊക്കെ വിളമ്പുമ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് പപ്പടമൊക്കെ കാച്ചിയെടുത്തു ട്ടോ. അത് പിന്നെ സിമ്പിൾ അല്ലേ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, പിന്നെ പെട്ടെന്ന് അങ്ങ് പപ്പടമൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഭാഗ്യം ഞാൻ വേറൊന്നും മറന്നിട്ടില്ല. ഇതിലും വലിയ മറവി എൻ്റെ ചേച്ചി മറന്നിട്ടുണ്ട്. ചേച്ചി ചോറ് വെക്കാനാ പറഞ്ഞത്, എല്ലാം റെഡിയാക്കി. എന്നിട്ട് വിരുന്നുകാർ വന്നു, പക്ഷെ ചോറുണ്ണാൻ ഇരുന്നിട്ടില്ല. അപ്പോഴാണ് ചേച്ചി ചോറ് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. എന്നിട്ട് വേഗം കുക്കറിലൊക്കെ വെച്ച്, പ്രശ്നമൊന്നും ഉണ്ടായില്ല, എന്താ പറയാ, ആകെ ചമ്മയൊന്നുമില്ല. അപ്പോഴേക്കും ചോറൊക്കെ റെഡിയാക്കി. ഇതില് വീഡിയോയിൽ കമന്റ് ഇടുന്ന ഒരു ചേച്ചി ഉണ്ട്, ശൈലേച്ചി, ഷൈലാസ് കിച്ചൺ എന്നുള്ള ഒരു ഐഡിയ കേട്ടോ. അപ്പൊ ആ ചേച്ചി എപ്പോഴും പറയും, മോളെ നിന്റെ ചേച്ചിയുടെ പേരും എൻ്റെ പേരും ഒരുപോലെയാണ്, നാളും ഒരുപോലെയാണ്, അപ്പൊ എന്തൊക്കെയോ നല്ല കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ശൈലേച്ചിയോട് ചോദിക്കാണ്, ഇതുപോലത്തെ സിമിലാരിറ്റീസ് നിങ്ങൾ തമ്മിലുണ്ടോ? അപ്പൊ ഇനി ഞങ്ങൾ സാവകാശം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് സദ്യയൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.